ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവനത്തെ എല്ലാ ഭാഗത്തിലും അള്ളാഹുരെ സൂക്ഷിച്ചിട്ട് ജീവനാക്കുന്നു ചൊന്തു ಸ್ವಂತ ನಫ್ಸರೆ ಮರಕಂಟೆ ಓರೋತಟಿಗೆ ಉಪದೇಶ ಹಾಕಿಂಟುಲ್ಲ ವಸಿಯತ್ ಹಾಕಿಂಟುಲ್ಲ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭയപ്പെട്ട് ജീവനാക്കടെ യഥാർത്ഥ മുത്തഖിമാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ സത്യവിശ്വാസിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമമാരായ ഞങ്ങൾക്ക് ചമ്മരൂപത്തിലെ അനുഗ്രഹത്തെ നിഅമത്തുകളെ അല്ലാഹു തന്ന് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തെ നിഅമത്തിനെ നിമിഷത്തും സെക്കൻഡും ഞങ്ങളെല്ലാവരും ആസ്വാദനാക്കിയിട്ടുള്ള അപ്പൊ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നെ നിഅമത്ത് ಅದರ ಆಸ್ವಾದನಾಕಿಂಟುಲ್ಲೆ ನಂಗ ಆ ರಬ್ಬಗೂ ನನ್ನಿ ಉಲ್ಲೆ ಅಡಿಮೆ ಮಾರಾಯ್ತು ತೀರೋ ಶುಕ್ರುಲ್ಲೆ ಅಡಿಮೆ ಮಾರಾಯ್ತು ഞങ്ങള റബ്ബുക്ക് ഞങ്ങായിട്ട് തീരും. കാരണം ഉമ്മയുടെ പൈത്തറി പിടിച്ചിട്ട് ഈ സമയത്തോളം ഞങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തിക്ക് ഒരു കണക്കും ഇല്ല. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. അള്ളാഹുടെ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണി കണക്കാക്കി സുറാക്കിണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ക്ലിപ്തപ്പെടുത്തുക സാധ്യമല്ല. അത്രമാത്രം അള്ളാഹു അവൻ്റെ അടിമമാരെ ഞങ്ങൾക്ക് അനുഗ്രഹത്തെ തന്നിറ. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ബൈത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹം. അത് ചെറിയ അനുഗ്രഹമല്ല. അവിടെ പിടിച്ചിട്ട് ഈ നേരത്തോളം ഈ നിമിഷത്തോളം അവൻ്റെ അനുഗ്രഹത്തിക്ക് ഞങ്ങളെല്ലാവരും ആസ്വാദനാക്കിണ്ടില്ലേ. വിശുദ്ധ ഖുർആൻ ചൊന്നല്ലേ, ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. ഹൽ അതാ അലൽ ഇൻസാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യന്റെ വിഷയത്തിൽ ചൊല്ലി ഹൽ അതാ അലൽ ഇൻസാൻ ഹൈനും മിനദ് ദഹർ, മനുഷ്യ നീന് പ്രസ്താപിക്കൽപ്പെടാത്ത എന്തു അല്ലാത്ത ഒരു കാലഘട്ടം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി. ನೀನು ಆರುಂ ಚೊಂತು ನಿಂದೆ ವಿಷಯത്തിൽ പ്രസ്താപിക്കൽപ്പെടകു സാധ്യമല്ല. ആ രൂപത്തിൽ മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തെ നമുക്ക് പഠിപ്പാത്തണ്ട. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംസാജ്, തെർച്ചിപ്പോണ്ട ഒരു മിശ്രണമുള്ള ഒരു ദ്രവ്യത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ സൃഷ്ടിയാക്കിയ. അണ്ട് നിങ്ങൾക്ക് പേരില്ല, ഒരു അഡ്രസ് ഇല്ല, ഒരു പ്രസ്താപിക്കൽപ്പെടാത്ത ഒരു വിഷയം നിങ്ങളുടെ ഇല്ല. ആ രൂപത്തിൽ നിങ്ങൾ ആയിട്ടില്ല, സൃഷ്ടിയായിട്ടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ബൈത്തില് ഹന്ത ഹന്തമായിട്ട് ഘട്ടഘട്ടമായിട്ട് നിങ്ങളെ പടിപടിയായിട്ട് അല്ലാഹു സൃഷ്ടിയാക്കിയ. എന്നിട്ട് ഉമ്മയുടെ ബൈത്തിൽ നിന്ന് ഈ ദുനിയാവുക അല്ലാഹു കൊണ്ടുവന്ന. ആ ദുനിയാവുക നിങ്ങൾ വരുമ്പോ കാല് ബുൾപ്പിടകും, കൈ മുഷ്ടി പിടിച്ചിട്ട് ബുൾപ്പിടകും മാത്രമേ മനുഷ്യ നിനക്ക് സാധ്യമായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ട മനുഷ്യ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകു അവന്റെ നാല് കഴിഞ്ഞു പോയ പോലമേ ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഓരോരോ നാല് കഴിയുമ്പോ അവന്റെ തടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിരെ ചിന്തിക്കൂല്ല ബുദ്ധിശക്തിരും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിച്ച. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നേരത്തോളം ഞങ്ങൾ എനിക്കറ ദൈക്കറ നടുക്കറ ഇതൊക്കെ അല്ലാഹുവിന്റെ നിഅമത്തുങ്ങായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ തന്നെ നിഅമത്തുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഞങ്ങൾ ശുക്റാക്കണം, നന്ദി ഉള്ള അടിമമാരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ, ഞങ്ങൾ അവനുಗೂ അതായത് മനുഷ്യಗೂ മാർഗദർശനാക്കിയ. ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ, രണ്ട് തേರು മനുഷ്യന്റെ മുന്നിലുണ്ട്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ അനുഗ്രഹത്തിക്ക് ശുക്റാക്കിയിട്ട് ആ ശുക്രത്തേറുൽ മുന്നോൽ പോണ്ടത്. അതല്ല അല്ലാഹു തന്നെ നിഅമത്തിക്ക് ആ റബ്ബുടെ നിഷേധാക്കിയിട്ട് കുഫ്റുള്ളു ജീവിക്കര ഫലത്തെ തേറും. അപ്പ ഇവിടെ ചൊല്ലിയ നാനാവട്ട് കേൾക്കറി നിങ്ങൾ ഓരോരുത്തരാവട്ട് ನಾನು നിങ്ങൾ ഏത് തെരുളുള്ള ചൊന്തല്ലേ പരിശോധന ഞങ്ങളുടെ ജീവിതത്തിൽ വേണം. കാരണം ദുനിയാവുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോ ആരെങ്കിലും ഞങ്ങൾക്ക് ഒരു സഹായിക്ക് ഉണ്ടായെങ്കിൽ ഞങ്ങൾ ജീവമാനത്തിൽ മറക്കല്ലേ. അങ്ങനെ കണ്ട സാത്ത് അങ്കിലെ കൈ പിടിக்கிற കൈ കൊടുക്കട അറുക്കി പിടിக்கிற അങ്ക് ടാങ്ക്സുകളെ ചൊല്ലറങ്ങ. എന്നിട്ടെങ്കിൽ അല്ലാഹു തന്നെ നിഅമത്തുക്ക് ഒരിക്കലും കണക്ക് കൊണ്ട് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. ആ റബ്ബുക്ക് ഞങ്ങൾ എത്ര ശുക്റാക്കിയിട്ടുള്ള, ആ അല്ലാഹുക്ക് എത്ര ഞങ്ങൾ ശുക്റാക്കിയിട്ടുള്ള. വിശുദ്ധ ഖുർആനില് സൂറത്ത് സബ ചൊല്ലി ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് സബയില് സബ ചൊല്ലിയ റായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം നമുക്ക് പഠിപ്പാത്തണ്ട. ഒരു റായത്തിൽ അല്ലാഹു കൊടുത്ത നിഅമത്തുക്ക് അനുഗ്രഹത്തിക്ക് ശുക്രില്ലെങ്കിൽ ആ റായത്തെ അവസ്ഥ എന്താ ചൊന്തു. ഈ സബ ചൊല്ലിയ റായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാത്തണ്ട. അല്ലാഹു സുബ്ഹാനഹു ചൊല്ല ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയാതുൻ ജന്നതാനി അൻ യമീനി വ ശിമാൽ. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയാതുൻ. സബ ചൊല്ലിയ റായത്തങ്ക് അങ്ങനെ റായത്തിലെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമുണ്ട്, അല്ലാഹുവിന്റെ ആയത്തുണ്ട്. ആ റായത്തിലെ എന്തിനായിട്ടിരിക്കുന്ന ദൃഷ്ടാന്ത ജന്നതാനി അൻ യമീനി വ ശിമാൽ, നല്ല ഫലപുഷ്ടമായ വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും രണ്ട് തോട്ടങ്ങൾ ഉണ്ട്. സബ ചൊല്ലിയ റായത്തിൽ നല്ല പോലെ മനസ്സിലാക്കണം. അല്ലാഹു ചൊല്ലിയ സബ ചൊല്ലിയ റായത്തങ്ക് അങ്ങനെ റായത്തിലെ ദൃഷ്ടാന്തമുണ്ട്. ആ ദൃഷ്ടാന്ത ഇട്ടിക്കറ് ജന്നതാനി അൻ യമീനി വ ശിമാൽ, വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും രണ്ട് തോട്ടങ്ങ ആ റായത്തങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നല്ല ഫലപുഷ്ടമായ തോട്ടങ്ങ എത്തിക്കറ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റായത്തങ്ങൾ ചൊന്ന കുലു മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുർ ലഹു, നിങ്ങൾ ಅದರ ഫലത്തെ തിന്നോറും നിങ്ങൾ ബയർനരിക്കോറും നിങ്ങൾക്ക് അതിൽ റിസ്ക് ഉണ്ട്. ಎಂತ ಅಲ್ಲಾಹು ഒരു വിഷയം അവിടെ അങ്ങോട്ട് ചൊന്ന വഷ്കുർ ലഹു, നക്കു ശുക്റാക്കും. ആട്ടി ചൊല്ലി അല്ലാഹു സബ ചൊല്ലി റായത്തെ ആൽമട്ടി അല്ലാഹു സുബ്ഹാനഹു ചൊല്ലി
ഈ ജണ്ട് ഫലപുഷ്ടമായ തോട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ബയർന്നൊരിക്കുള്ളിൽ റിസ്ക് ഉണ്ട്. ಅದರ ಫಲത്തെ ನಿಂಗೆ ತಿನ್ನೋರು എന്നിട്ട് നക്ക് ശുക്രാക്കോറും. ബൽദത്തുൻ തൊയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. നല്ല തൊയ്യിബായ റായായിത്തിന്ത സഭ ചൊല്ല റായ ഒരു പ്രശ്നം അവിടെ ഇല്ല ಅಂತ. നല്ല സമാധാനത്തെ സമൃദ്ധി ഉള്ള ജണ്ട് തോട്ടങ്ങ ഉള്ള റായായിത്തിന്ത ആ സഭ ചൊല്ല റായ വറബ്ബുൻ ഗഫൂർ. എല്ലാം പൊറുക്കുടെ അല്ലാഹു ആയിത്തിക്കുന്ന അങ്ങനെ റബ്ബു. എന്നിട്ട് ആ സഭ ചൊല്ല റായത്തെ ആൽമാരുടെ അവസ്ഥമാ അങ്ങದ್ರೆ ഫലപുഷ്ടമായ ആ തോട്ടത്തെ ഫലത്തെ അങ്ങ് തിന്നോರು ബയർനടിച്ചോರು. എന്നിട്ട് അല്ലാഹു ഒരു ഫലക്ക് അങ്ങlte ഒന്നുകൂടി ചൊന്ന വഷ്കുർ ലഹു നക്ക് ശുക്രാക്കോറും. എന്ത് ഫഅറദു ഫഅർസൽനാ അലൈഹിം സൈലൽ അർമി വബദ്ദൽനാഹും ജന്നതൈഹിം ജന്നതൈൻ. ഫഅറദു അതിൽ നിന്ന് അങ്ങ് വിമുഖരായರು. ഏതിൽ നിന്ന്? തിന്നതിൽ നിന്നല്ല. തിന്നരെ ಬಿಟ್ಟು ನಿಂದಲ್ಲಂಗ ತಿನ್ನೋರು ಎಂತ ಅಲ್ಲಾಹುಗ ಅಂಗ ಶುಕ್ರ್ ಹಾಕಿಲ್ಲ ನನ್ನಿ ಏಡು ಕಾಂಚೋರು. ಅಂಗ ಬನ್ನ ಆ ರಾಯತ್ ಬನ್ನ ಪ್ರವಾಚಕಮಾರ ಅಂಗ ಧಿಕ್ಕರಿಚೋರು. അല്ലാഹുക അങ്ങ് ശുക്ർ ಹಾಕಿಲ್ಲ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സബ ചൊല്ല റായത്തുക കൊടുക്കുന്ന ഒരു ശിക്ഷ ഇട്ടിക്കറ്. ഇന്നത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടുത്തണ്ടേ. ഫഅർസൽനാ അലൈഹിം സൈലൽ അർമി വബദ്ദൽനാഹും ജന്നതൈഹിം ജന്നതൈൻ. അങ്ങനെ ആ ശുക്രാക്കൃതിൽ നിന്ന് അങ്ങ് വിമുഖരാകുമ്പോ അള്ളാഹുടെ ധിക്കരിച്ചിട്ട് അങ്ങ് ആ റായത്തിൽ നടക്കുന്ന സന്ദർഭത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റായത്തുക്ക് വലിയ ഒരു തന്നിന്റെ പ്രവാഹത്തെ കടത്തിവിട്ട സഭ ചൊല്ല റായത്തെ മുട്ട വലിയ ഒരു ഡാം ഇന്ന് ആ ഡാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്താൻ. തുറന്നു കൊടുക്കുമ്പോ ആ ഡാമിലുള്ള തന്നെയെല്ലാം സഭ ചൊല്ല റായത്തുക്ക് പ്രവേശമായിട്ട് നല്ല ഫലപുഷ്ടമായിട്ട് ജണ്ട് തോട്ടങ്ങ നഷ്ടമായിട്ട് അത് നാശമായിട്ട് അള്ളാഹു ആ തോട്ടത്തെ നാശമാക്കി വിട്ട. ആ തന്നിന്റെ ജലപ്രവാഹത്തെ അള്ളാഹു കർത്തിത്ത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പാടം ചൊല്ലേ വബദ്ദൽനാഹും ബിജന്നതൈൻ ജന്നതൈൻ. പാടം ജണ്ട് തോട്ടത്തെ അല്ലാഹു ആറായത്ത് കൊടുത്ത. ഫസ്റ്റ് ജണ്ട് ഫലപുഷ്ടമായ തോട്ടത്തെ അല്ലാഹു നാമാവശേഷാക്കിയ. എന്നിട്ട് പാടം ജണ്ട് തോട്ടത്തെ കൊടുത്ത. ആ തോട്ടം എങ്ങനെ ചൊന്നെങ്കിൽ ആ ജണ്ട് തോട്ടത്തില് തയ്യിങ്ങ ബന്ത്. പാടം ജണ്ട് കൊടുത്ത തോട്ടത്തിൽ തയ്യിങ്ങ ബന്ത് മുള്ളുങ്ങ ഉള്ള തയ്യിങ്ങ. എന്നിട്ട് ആ തയ്യിൽ ഫലമായിട്ട് തിണ്ടെങ്കിൽ കയ്പ ഉള്ള ഫലം കഴിത്തിക്കർ അതില് കടന്നു വന്നേ. അള്ളാഹു കൊടുത്ത ശിക്ഷ എത്തിക്കറ റായത്തങ്ക്. അള്ളാഹു ശുക്രാക്കോ ചൊന്ന തിന്നോರು നിങ്ങ എത്ര വേണം തിന്നോರು. എന്നിട്ട് അങ്ങ് തിന്നോರು അള്ളാഹുടെ ധിക്കരിച്ചോರು. അള്ളാഹു ശുക്രാക്കില്ല. എല്ലാം സാമർത്ഥ്യമില്ല. അള്ളാഹു ആ റായത്തെ കംപ്ലീറ്റ് ചേഞ്ച് ആക്കി വിട്ട. ജണ്ട് തോട്ടത്തെ ബദൽ ಬೇರೆ ഒരു ജണ്ട് തോട്ടത്തെ കൊടുത്ത. അതേ പക്കത്തില് മുള്ളുങ്ങ ഉള്ള തയ്യിങ്ങ എത്തിക്കറ്. ആ ഫലത്തെ തിണ്ടെങ്കിൽ കയ്പ ഉള്ള ഫല എത്തിക്കറ്. ഇത് ചൊന്ത അള്ളാഹു ഒരു ഫലക ചൊല്ല ദാലിക ജസൈനാഹും ബിമാ കഫറു. ഇതങ്ങ ശുക്രാക്കത്തേക്ക് നങ്ങ അങ്ക് കൊടുത്തേ പ്രതിഫല എത്തിക്കറ്. നങ്ങ ഇത്രല്ല കൊടുത്തങ്ക്. എന്നിട്ട് നക്കങ്ങ ശുക്രാക്കില്ല. നന്റെ ധിക്കരിച്ചോരങ്ങ. ആ സന്ദർഭത്തിൽ ನಾನು കൊടുത്ത പ്രതിഫല എത്തിക്കറ്. ആ സഭ ചൊല്ല റായത്തുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ. അപ്പൊ ഒരു റായ നല്ല സമൃദ്ധിയിൽ വേണ. ഒരു റായ സ്വസ്ഥതയിൽ വേണ. ഒരു റായ സമാധാനത്തിൽ വേണ. അള്ളാഹു തന്നെ നിഅമത്തുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ശുക്ർ ഉണ്ടാവണം. നന്ദിയുള്ള അടിമമാരാവണം. വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തുണ്ട്. വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅതർന ബിഹി നഖആ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. അല്ലാഹു ഈ സൂറത്തില് കുതിരയുടെ 5 ഗുണസ്വഭാവത്തെ ചൊല്ല. എന്തായിട്ട് കുതിരയുടെ 5 ഗുണസ്വഭാവ? വൽആദിയാതി ളബ്ഹാ കിതച്ചിട്ട് റബസത്തിൽ ഓടുറെ കുതിരയുടെ തന്നെ സത്യ. കുതിര ಅದರ ಓಟത്തെ വിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ. അത് റബസത്തിൽ ഓടും, ഫാസ്റ്റ് ഓടും. അങ്ങനെ ഫാസ്റ്റ് ഓടുറെ കുതിരയുടെ തന്നെ സത്യ. ഫൽമൂരിയാതി ഖദ്ഹാ ആ കുതിര ഓടുമ്പോ കല്ല് അടിച്ചിട്ട് തീ പാറും. അങ്ങനത്തെ ഓട്ട കുതിരയുടെ അല്ലാഹു ചൊല്ലേ ഫൽമൂരിയാതി ഖദ്ഹാ
അത് ഓടുമ്പോ തീങ്ങനെ ആ കിടിങ്ങ പാറുണ്ട്. വിശുദ്ധ ഖുർആൻ ഫൽ മുഗീറാത്തി സുബ്ഹ, പ്രഭാതത്തിൽ അത് ഓടും. സുബൈ നേരത്ത് ബേനങ്ങ അത് ഓടും. ഫഅതർന ബിഹി നഖഅ, അത് ഓടുമ്പോ ധൂൾപാർ, നല്ലൊക്കെ ധൂൾപാർ. ഫവസത്ന ബിഹി ജംഅ, ഏത് ശത്രു സൈന്യത്തെ നടുക്ക് എടുത്ത് അത് ചാടും. സ്വന്തം ശരീരത്തെ നോക്കാണ്ട് ഏത് ശത്രുങ്ങളെ നടുക്ക് പോയിട്ട് മീനിങ് അത് പാർ ആ കുതിര. ഇത് 5 സ്വഭാവം എത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിരയുടെ വിഷയം ചൊല്ലി. ഇത് ചൊന്ത് ഒരു പലക്ക് അല്ലാഹ് ചൊല്ലടാ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഒരു കുതിരയുടെ ഉദാഹരണം തന്ന് മനുഷ്യന്റെ ഉദാഹരണം അല്ലാഹ് ചൊല്ലേ. എന്തായിട്ട് ആ കുതിര അങ്ങനെ ആക്കോക്കില്ല. കാരണം ಅದಕ್ಕೂ ಗೊಂತು ನಂಡೆ ಯಜಮಾನ ನಂಡವ್ರ ಯಜಮಾನ ನಂಡೆ ಬಲ್ತರ ನಕ್ಕ ಮಲೆತ್ತುಗುಂ ಬೇಲ್ತುಗುಂ ಬೇನಾಯ್ತಲ್ಲೇ ಅವರು ಅವತ್ತೆ ನಿರ್ಮಾಣ ಆಕಿ ತಂದ್ರ ನಂಡೆ ഒരു ಯಜಮಾನ ನಂಡೆ കുലിപ്പാട്ര ನಂಡೆ അവൻ ബയർന്നരിക്കട. അതുകൊണ്ട് ആ യജമാനകു ബേനായിട്ട് സ്വന്തം ജീവത്തെ നോക്കാണ്ട് ഏത് ശത്രു സൈന്യത്തെ നടുക്കു ബേനെങ്കിൽ എടുത്ത് ചാടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി. ആ കുതിരയ്ക്ക് നന്ദിയുണ്ട്. തന്റെ യജമാനന്റെ മുന്നോളു തന്റെ ബൽത്തരെ ആ കുതിരയുടെ ബയർന്നരിക്കരെ അതിനെ ശുദ്ധിയാക്കി എടുക്കരെ അതിന് യജമാനത്തെ ಬೇನಿಟ್ಟು ಆ ಕುದುರೆ ಸ್ವಂತ ಶರೀರത്തെ ಬೇನೆ ಸಮರ್ಪಣೆ ಹಾಕರ್. ಪಂಡ ಕಾಲത്ത് ಯುದ್ಧಕ್ಕೆ ಉಪಯೋಗ ಹಾಕಿನ ವಾಹನ ಐತಿಕ್ಕರ ಕುದುರೆ. ಅದಕ್ಕೆ തന്റെ സ്വന്തം ശരീരം നോക്കില്ല. തന്റെ യജമാനോ ಬೇನಿಟ್ಟು എന്ന സ്വന്തം ശരീരത്തെ ಬೇನೆ ബലിദാന കൊടുക്കರು ಎಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ സ്വന്തോർ പലക ചൊല്ലേ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, ഇന്നൽ ഖണ്ഡിതമായിട്ടും സംശയമില്ല, ഒരു ഡൗട്ടും ഇല്ല. അൽ ഇൻസാൻ മനുഷ്യൻ ചൊല്ലവനുള്ളല്ലേ ലിറബ്ബിഹി ലകനൂദ്, തന്റെ പരിപാലകനായ അല്ലാഹുവിന്റെ മുന്നിൽ നന്ദി കെട്ടവನು, നന്ദി ഇല്ലാത്തവನು. വ ഇന്നഹു അലാ ദാലിക ലശഹീദ്, ಅದಕ್ಕೆ ಸಾಕ್ಷಿ ಅವന്റെ ಜೀವನമേ എത്തിക്കറ്. അല്ലാഹു ചൊല്ലേ വ ഇന്നഹു അലാ ദാലിക ലശഹീദ്, ಅದಕ್ಕೆ ಅವನೇ സാക്ഷി എത്തിക്കറ്, അവന്റെ ജീവിതമേ സാക്ഷി എത്തിക്കറ്. തന്റെ റബ്ബുടെ മുന്നിൽ അവൻ നന്ദി കെട്ടവನು ചൊല്ലു. വേറെ ആരും സർട്ടിഫിക്കറ്റ് വേണ്ട. അല്ലാഹു ഇത്തരൊക്കെ നിഅമത്തിങ്ങ അനുഗ്രഹത്തെ കൊടുത്തു അതൊക്കെ ആസ്വാദനാക്കിണ്ടിരിക്കുമ്പോ പള്ളിയിൽ നിന്ന് പള്ളി മിനാറിൽ നിന്ന് തന്റെ യജമാനന്റെ പിലിവണ്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം, വർക്കരെ കാന്തി ശ്രേഷ്ഠമായിട്ട് നിസ്കാര ചൊല്ലുമ്പോ ആ നന്ദി കെട്ടെ ഇൻസാൻ മനുഷ്യൻ ഒന്നുകൂടി ഒല്ലി പൊതിച്ചിട്ട് ഉറങ്ങിടാ. എന്ന് തന്റെ റബ്ബ് ഇത്തരൊക്കെ നിഅമത്ത് തന്നെക്ക് ഒരു 10 നിമിഷം വന്ന് തന്റെ റബ്ബുടെ മുന്നിൽ ചെണ്ടറക്കാതെ നിസ്കരിക്കൂ മനുഷ്യക്ക് സാധിക്കില്ല. അതല്ല ചൊല്ലി ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നന്ദി കെട്ടവൻ തന്നെ എത്തിക്കറ. തന്റെ യജമാനന്റെ മുന്നിൽ നന്ദി കെട്ടവൻ. ഇത് ചൊല്ലപ്പ ആ കുതിരയുടെ ഉദാഹരണം ചൊന്തേറ്റിക്കറ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലി. വ ഇന്നഹു അലാ ദാലിക ലശഹീദ്, ಅದಕ್ಕೆ സാക്ഷി അവന്റെ ജീവിതമേ, വേറെ ആരും സർട്ടിഫിക്കറ്റ് വേണ്ട. അതുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനാർ ചൊന്ത അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടുണ്ട്. നല്ല പോലെ മനസ്സിലാക്കണം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ഈ ഹദീസില് ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉള്ളമ ചൊന്ത ഞങ്ങൾ പരിശോധന ആക്കണം. ഒരു മനുഷ്യൻ യഥാർത്ഥ മുഅ്മിൻ ചൊന്ത അറിയോകുല്ലേ ഒരു ഹദീസ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. എന്തായിട്ട് അജബല്ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യ ആശ്ചര്യകരമായിട്ട് ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമായിട്ട് ഒരു മുഅ്മിനിന്റെ കാര്യ. ഇന്ന അംറഹു കുല്ലു ലഹു ഖൈറുൻ, അവനെ സംബന്ധിച്ചിട്ട് എല്ലാ വിഷയവും ഖൈറായിട്ട് ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിക്ക്. വലൈസ ദാലിക ലിയഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത് മുഅ്മിനിക്ക് മാത്രമുള്ള ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ആർക്കും ഇല്ല. എന്തായിട്ട് അവന്റെ കാര്യ. ഇന്ന അസ്വാബതു ശർറാഉ സക്കറ ഫകാന ഖൈറൻ ലഹു, അവനിക്ക് എന്തായെങ്കിലും കൊസിയായിട്ടായെങ്കിൽ, ഒരു മുഅ്മിനിക്ക് എന്തായെങ്കിലും സന്തോഷായിട്ടായെങ്കിൽ അവನು അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ ശക്കറ ഫകാന ഖൈറൻ ലഹു, അവൻ അല്ലാഹുക്ക് ശുക്റാക്കറ ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുഅ്മിനിന്റെ ക്വാളിറ്റി എത്തിക്കറ്. ನಾನು ಮುಅ್ಮಿನಿನ್ ಸ್ವಂತ ಅರಿಯಗೊಲ್ಲೆ ಅಲ್ಲಾಹ್ನ ರಸೂಲ್ಲೆ ഒന്നാമത്തെ വിഷയത്തേക്ക് നമുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തായെങ്കിലും ഒരു നിഅമത്ത് കിട്ടേണ്ടെങ്കിൽ കൊസിരെ വിഷയം കിട്ടേണ്ട സന്തോഷം കിട്ടേണ്ടെങ്കിൽ ഞങ്ങളുടെ റബ്ബുക്ക് ശുക്റാക്രമ ഒരു ഹംദ് ചോപ്പോലും ഞങ്ങളുടെ നാവിൽ നിന്ന് ബರುವ. എന്നിട്ട് ಬಂದೆಂಟಾಗಿ ഞങ്ങൾ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ചൊന്തു ആ കൂട്ടത്തിൽ ഉൾപ്പെട്ട ചൊന്തുള്ള വിഷയം ഞങ്ങൾ മനസ്സിലാക്കും. തീർത്തില്ല. വൈന അസ്വാബതു വറാഉ സബറ ഫകാന ഖൈറൻ ലഹു, ಅವನಿಗೆ എന്തായെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം വന്നിട്ടായെങ്കിൽ, പ്രതിസന്ധി നേരിട്ടുണ്ടായെങ്കിൽ, കഷ്ടപ്പാട് വന്നിട്ടായെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ദീൻ വിട്ടിട്ട് നിൽക്കില്ല. അല്ലാഹുക്ക് ഇഷ്ടമില്ല കാര്യത്തിൽ അവൻ പോണ്ടില്ല. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു പടുപ്പുട അവൻ സമീപിക്കില്ല. ബദലായിട്ട് സ്വബറ, അവൻ സ്വബർ എടുക്കുന്ന ചൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ട് ഗുണ ഉണ്ടാ
ಅವನು ಮುಗ್ಮಿನ್ ಐತಿಕ್ಕಿರೋದು ಅಂತ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಇದು ಆರ್ಗುಲ್ಲದೆ ವಲೈಸ ದಾಲಿಕ ಲಿಯಹದಿನ್ ಇಲ್ಲಾ ಲಿಲ್ ಮುಗ್ಮಿನ್, ಇದು ಮುಗ್ಮಿನ್ಗೆ ಮಾತ್ರ ಉಳ್ಳ ಚೊಂತು മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് സ്വഭാവം, ഒന്ന് അള്ളാഹു നിഅമത്തുകൾ അനുഗ്രഹത്തെ തന്നിട്ടെങ്കിൽ ശുക്റാക്കുന്ന സ്വഭാവം ഞങ്ങൾ ചെയ്യണം. രണ്ടാമത്തേത് എന്തായെങ്കിൽ ജീവിതത്തിൽ കഷ്ടപ്പാട് പ്രയാസം ഉണ്ടായെങ്കിൽ അള്ളാഹു അല്ലാത്ത ആൾമാരെ സമീപിക്കിരല്ല, ബദലായിട്ട് അള്ളാഹു അല്ലാത്ത അള്ളാഹുടെ ദീൻ ಬಿಟ್ಟು ನಿಕ್ಕಿರಲ್ಲ. ನಕ್ಕು ಮೈಭಾವ ಇದು ಚೊಂತು, ನಾನು ಅಲ್ಲಾಹು ಇಷ್ಟ ಇല്ലാത്ത ಪಲೆ ತೆರುಗೊಂಡು ನಕ್ಕು ಲಾಭ ಇಟ್ಟರು ಚೊಂದು പോണ്ടവനല്ല. ബദലായിട്ട് സബ്ർ എടുക്കണം, ജീവിതത്തിൽ സബ്ർ എടുക്കറ. അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാവ് തഹജ്ജുദ് എഞ്ചി നിസ്കരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനത്തെ നിസ്കാരിച്ചെങ്കിൽ കാല് നീർ ബണ്ടൗത്തോളായിട്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര. ആയിഷ റളിയല്ലാഹു അൻഹ കേട്ട് അള്ളാഹിന്റെ റസൂലേ, എന്തിന് നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നു? നിങ്ങൾ കഞ്ഞി പോയതും ബണ്ടതും എല്ലാം അള്ളാഹു പുറത്തു തന്നതല്ലേ ചൊല്ലുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ചൊന്ന പലക, ആയിഷ അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ എൻ്റെ റബ്ബുക്ക് നല്ലൊരു ശുക്രുള്ള അടിമയാവണ്ടേ ആയിഷ ചൊല്ലാറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഇങ്ങനെ ഇത്ര നല്ല ഒരു നിലത്തിൽ ഞങ്ങൾ തെച്ചിര, ഈ നില പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിര. മറുഭൂമിയിലല്ലേ ജീവന, ഇങ്ങനത്തെ ഒരു നല്ലൊരു കട്ടർ, ഞങ്ങൾക്ക് നല്ല ബിൽഡിംഗ് ഉള്ള നല്ലൊരു അവയത്തേക്കര് അള്ളാന്റെ റസൂൽ അവയ അങ്ങനെ ഈത്തപ്പലത്തെ മരത്തില്ല നെഞ്ചിട്ടില്ല അവല്ലേ കിടക്കുക പോലും എന്തായെങ്കിൽ ഉണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മടലിൽ വരുകടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ആ മടലിന്റെ പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുതലു കാണ്ട് എത്ര നാൾ പട്ടിണിയിൽ കിടന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, അവത്തെ അടുപ്പിട് തീ കത്താണ്ട് എത്ര നാളായിട്ടിക്കു, വഫാത്താവുടെ നേരത്തുക്ക് പോലും സ്വയം ബയറിനരിക്കുക, അവത്ത് ഗോതമ്പില്ല, സ്വന്ത യുദ്ധത്തുക്ക് ഉപയോഗാക്കടെ പടയെങ്കിടെ ഒരു യഹൂദരെ കയ്യിൽ പണയ വെച്ചിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുടെ മുന്നോൾ തന്നെ ജാവുകു ബയറിനടിച്ചിടെ അല്ലേ. അലി റളിയല്ലാഹു അൻഹു ഒരു റൊട്ടി എത്ത വന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുട്ട പലപ്പോഴും ഞങ്ങൾ കേട്ട് ചരിത്ര ഇട്ടിക്കരുത്, വലിയ ഒരു റൊട്ടി ആയിട്ടിക്കരുത് പയിച്ചിട്ടുള്ളോರು ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കയ്യിലെത്ത വന്ന് അലി റളിയല്ലാഹു അൻഹു കൊടുത്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹ 4 പൂലാക്കിത്ത റൊട്ടിരെ, ഒരു റൊട്ടി ഫാത്തിമ റളിയല്ലാഹു അൻഹ വെച്ചിട്ട് ഒരു റൊട്ടി അലി റളിയല്ലാഹു അൻഹു കൊടുത്തു തന്റെ മാപ്പിലേക്ക്, ഒരു പൂಲು ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊടുത്തു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കിട്ടി ആ പൂലുടെ പിടിച്ചിട്ട് തന്റെ അബ്ബായെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുട്ട ഓടിത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടിട്ട് ആ റസൂലിന്റെ കൈക്ക് വെച്ച് കൊടുത്തത് ആ ഒരു പൂലുടെ. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റൊട്ടിയുടെ പൂല് നോക്കി ചൊന്തു, 3-4 പിന്നെ മോലെ നിന്റെ അബ്ബയുടെ ബയർക്കാണ്ട് ആഹാരം എത്തിക്കരുത്, 3-4 പിന്നെ നിന്റെ അബ്ബയുടെ ബയർക്കാണ്ട് ഇത്രത്തോളം പച്ച തന്നെയല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾ തിന്നിട്ടില്ല മോലെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റൊട്ടിയുടെ 3 പൂലാക്കിയിട്ട് ഒരു പൂല് നബി വെച്ചിട്ട് ഒരു പൂല് ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊടുത്തു, ഒരു പൂല് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിച്ചു ചൊല്ലിದ್ರೆ അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ എൻ്റെ റബ്ബുക്ക് നല്ലൊരു ശുക്രുള്ള അടിമയാവണ്ടേ. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിഅമത്ത് സഹോദരന്മാരെ ഞങ്ങൾ ആസ്വാദനാക്കിണ്ടില്ലേ, എത്ര ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലേ. എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ശുക്രുണ്ടാ ഞങ്ങളെ പോലത്തെ ഇങ്ങനത്തെ വ്യവസ്ഥ കണ്ടില്ലാത്ത എന്നിട്ടും അങ്ങ അള്ളാഹുടെ ഭയപ്പെട്ട് ജീവനാക്കിയോ, അള്ളാഹു ശുക്രാക്കിയോ. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ചൊന്നേ, വഖലീലും മിൻ ഇബാദിയ ശകൂർ, തന്റെ അടിമമാരെ പൈക്കില് കൊറിയാൽമാർ മാത്രമേ എനിക്ക് ശുക്രാക്കണങ്ങുള്ളത്. ഖലീൽ ചൊന്നെങ്കിൽ കൊറിയ, ആ കൊറിയാൽമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉള്ളമാ. അള്ളാഹു കൃത്യമായിട്ട് 5 വക്തിരെ ഇബാദത്ത് ഞങ്ങൾ സമർപ്പിக்கிறമാ. തങ്ങളെ നാവുൽ അള്ളാഹുടെ വിഷയത്തില് ആ ശുക്രുടെ വിഷയം ഞങ്ങൾ നാവുൽ ബണ്ട മനസ്സിലാക്കണം. അല്ല ചൊല്ലേ, ഖലീലും മിൻ ഇബാദിയ ശകൂർ, തന്റെ അടിമമാരുടെ കൂട്ടത്തില് കൊറിയാൽമാർ മാത്രം ഞങ്ങൾക്ക് ശുക്രാക്കണം. ഇന്ന് ഞങ്ങൾ അള്ളാഹുക്ക് ശുക്ർ ആക്കിയെങ്കും ആക്കില്ലെങ്കും അള്ളാഹു എന്തുകൊണ്ട് അതുകൊണ്ട് യാറും മൗല കൊറിയാൽ, കാരണം അള്ളാഹു ഐശ്വര്യമുള്ളവನು. ഞങ്ങൾ ശുക്രാക്കിണ്ടെങ്കിൽ അത് ഞങ്ങളെ നഫ്സ് കയറ്റിക്കരുത്. വിശുദ്ധ ഖുർആൻ ചൊന്നല്ലേ, വമൻ യശ്കുറു ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, അതെ അള്ളാഹുക്ക് ശുക്രാക്കിണ്ടെങ്കിൽ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, സ്വന്തം നഫ്സ് കയറ്റിക്കരുത്, നന്റെ നഫ്സ് കയറ്റിക്കരുത്. ഞാൻ എൻ്റെ റബ്ബുക്ക് ശുക്രാക്കിണ്ടെങ്കിൽ അത് നന്റെ നഫ്സുക്ക്, അതിനർത്ഥ നാളത്തെ പാരത്രിക ജീവിതത്തെ പ്രതിഫലം നക്കതിൽ കിട്ടു. അതുകൊണ്ട് മനസ്സിലാക്കണം, അള്ളാഹു തന്നെ അനുഗ്രഹത്തെ നിഅമത്തുക്ക് അള്ളാഹു ശുക്ർ കാട്ടും. മരിക്കുന്നവർത്തോളം ഞങ്ങളെ റബ്ബു, ആ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ അത്ര ഇഷ്ടപ്പെട്ട തന്റെ അടിമമാരെ അത്ര ഇഷ്ടപ്പെട്ട അള്ളാഹു എത്തിക്കണം.
ആ റബ്ബൈറ്റ് അത്ര പിർസാഗ്ര. ആ പിർസത്തെ കാരണത്തല്ലേ ഈ നേരത്തോളം ഞങ്ങൾ കൂടെ ഹയാത്തിലുള്ളേ അല്ലെ? ഈ നേരത്തോളം സുബൈനെ പിടിച്ച് ഈ നേരത്തോളം എത്ര അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു ಬಂದಿക്കೋ അള്ളാഹു അപ്പമ്മೆ പിടിച്ച് ശിക്ഷിക്കರಂಟಾയെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ബാക്കിയാവലെന്ത് ആറടി മണ്ണിലിക്കാന്ത അള്ളാഹുടെ കാരുണ്യം കൊണ്ടെത്തിക്ക് ഞങ്ങൾ ഇപ്പൊ ഹയാത്തിലുള്ളേ. അതുകൊണ്ട് അള്ളാഹു തന്നെ നിഅമത്തിಗೆ ആ റബ്ബുക്ക് ശുക്റാക്കരെ. യഥാർത്ഥ അടിമമാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുടെ നിയമത്തെ നിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന ಸ್ವಂತ ನಫ್ಸರೆ ಮಾರ್ಕಂಟ ಓರೋತ್ತೊಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕಿಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಹಾಕಿಕೊಂಡಿಲ್ಲ. സഹോദരന്മാർ, ഞങ്ങൾ മനസ്സിലാക്കിയ വന്ന വിഷയ അള്ളാഹു തന്റെ അനുഗ്രഹത്തിക്ക് ശുക്രുല്ലേ അടിമമാരായിട്ട് ഞങ്ങൾ തീരണം. പണ്ഡിതന്മാർ 3 രൂപത്തിലെ ശുക്രൂരെ ഞങ്ങൾക്ക് പഠിപ്പാറ്റാണ്. ഞങ്ങളുടെ ശരീരം കൊണ്ട് 3 രൂപത്തിൽ അള്ളാഹു ഞങ്ങൾ ശുക്രാക്കും. ഒന്നാമത്തേത് ശുക്രുൽ കൽബ്, കൽബ് കൊണ്ട് അള്ളാഹുക്ക് ശുക്രാക്കരുത്. എങ്ങനെ ഇട്ടിക്കരുത്? കൽബ് കൊണ്ട് അള്ളാഹുക്ക് ശുക്രാക്കരുത്. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവത്തിക്കര് കൽബ് ചൊല്ലത്. അള്ളാഹു ഞങ്ങൾ എന്ത് പ്രവർത്തിക്കുമ്പോൾ നോക്കടെ കൽബ് കയറ്റിക്കരുത്, ഹൃദയത്ത് കയറ്റിക്കരുത്. എന്ത് നല്ല അമലെടുക്കുമ്പോൾ അള്ളാഹു നോക്കടെ ഹൃദയത്ത് കയറ്റിക്കരുത്. അതുകൊണ്ട് ഒന്നാമത്തെ ഞങ്ങളെ കൽബുലിക്കൊനായ ഒരു ബോധമൈത്തിക്കരുത്. ഞാൻ എന്തെല്ലാം ആസ്വാദനായിക്കൊണ്ടില്ല, എന്തെല്ലാം നിഅമത്തിനെ അനുഭവിച്ചിട്ടില്ല, ഇതൊക്കെ എൻ്റെ റബ്ബുൽ നിന്ന് ഐറ്റിക്കരുത് ചൊല്ലിട്ട് ഒരു ഉത്തമമായ ബോധം ഞങ്ങളെ കൽബുൽ വേണം. വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. നിങ്ങൾ എന്തെല്ലാം ഇവിടെ അനുഭവിച്ചിട്ടുള്ളറാ അതൊക്കെ എൻ്റെ താക്കത്ത് കൊണ്ട് എൻ്റെ അധികാരം കൊണ്ട് ഞാൻ നേടിയെത്തതല്ല, ബദലായിട്ട് ഫമിനല്ലാഹ്, അത് അള്ളാന്റെ പക്കൽ നിന്ന് എത്തിക്കരുത്. അള്ളാഹുടെ പക്കൽ നിന്ന് അല്ല തന്നെ നിങ്ങൾക്ക് ആ ഒരു ബോധം ഞങ്ങൾ മനസ്സിൽ വെക്കണു. എന്നിട്ട് ഇഖ്ലാസോട് കൂടി അള്ളാഹു ഇബാദത്തുകൾ സമർപ്പിക്കണം. ഇതായിട്ടിക്കര് കൽബ് കൊണ്ടുള്ള ശുക്ർ, ഇഖ്ലാസ് കൊണ്ട് ഇബാദത്തുകൾ സമർപ്പിക്കണം. കാരണം ഞാനിപ്പോ നിസ്കരിക്കുമ്പോ ഈ പക്കത്തിൽ നിന്റെ നിസ്കരിക്കുമ്പോ നിന്റെ ഹൃദയത്തില് അള്ളാഹു അല്ലാത്ത ಬೇರೆ പടുപ്പുങ്ങോ കാണുക ಬೇನಾയിട്ട് ഞാൻ നല്ല നിസ്കാരത്തോൺ ചൊന്ത് കാണുക ಬೇനായിട്ട് നിന്റെ കൽബിൽ ആ നിയ്യത്തുണ്ടെങ്കിൽ അത് അള്ളാഹുക്കുള്ള ശുക്ർ അല്ല. അള്ളാഹുക്കുള്ള ശുക്ർ ആ നിസ്കാരം അള്ളാഹുക്കുള്ളതുണ്ട് ആവുണ്ടെങ്കിൽ നിന്റെ കൽബിൽ ഇഖ്ലാസ് വേണം. അള്ളാന്റെ വജ ആഗ്രഹിച്ചിട്ട് ഞാൻ ഈ നിസ്കാര ആ നിയ്യത്ത് വേണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇഖ്ലാസ് ഒരു ഉദാഹരണം തണ്ട്. ഒരു മനുഷ്യൻ മറുഭൂമിയിൽ നടന്നു പോണ്ടു. ആ മനുഷ്യൻ മറുഭൂമിയിൽ നടന്നു പോകുമ്പോ മറുഭൂമിയിൽ നടന്നിട്ടെങ്കിൽ ശബ്ദം ഉണ്ടാവില്ല. ഇഖ്ലാസുള്ള പണി അങ്ങനെ എത്തിക്കരുത്, ആർക്ക് കാണിക്കുകയില്ലതല്ല. അതായത് തന്റെ റബ്ബു മാത്രം നോക്കിയമായി. എന്നിട്ടെങ്കിൽ തിരിച്ചു നോക്കിയിട്ടെങ്കിൽ നടന്നു വന്ന അടയാള കാണും, ഇബാദത്തുകനാൽ ആഖിറത്തിൽ കാണും. ഇതായിട്ട് ഇഖ്ലാസ് ഉദാഹരണം എത്തിക്കരുത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പത്തന്റെ മറുഭൂമിയിൽ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല, തിരിച്ചു നോക്കിയിട്ടെങ്കിൽ നടന്നു വന്ന അടയാള കാണും. ഇതായിട്ട് ഇഖ്ലാസ്. അതുകൊണ്ട് കൽബ് കൊണ്ട് ഇഖ്ലാസോട് കൂടി അള്ളാഹു തന്റെ നിഅമത്തുക്ക് അള്ളാഹു ശുക്രാക്കണം. രണ്ടാമത്തേത് ശുക്റുൽ ലിസാൻ, നാവ് കൊണ്ട് അള്ളാഹു ശുക്രാക്കരെ. വിശുദ്ധ ഖുർആൻ ചൊന്നില്ലേ, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നീ നിന്റെ റബ്ബുടെ നിഅമത്തിന്റെ വിഷയത്തിൽ പലക പറി എടുത്തു ചൊല്ലതരെ. നിന്റെ നാവിലൂടെ എടുത്തു ചൊല്ലു പലക. ഫഹദ്ദിസ് എന്നുണ്ടെങ്കിൽ പലക പറി നിന്റെ റബ്ബു നിക്ക് തന്നെ നിഅമത്തിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പാൻ തന്നെ ഹദ്ദിസ് നഫ്സക അവ്വലഹു. നീ ഒരുത്തന്നെ ഒരു പക്കത്തിൽ പോയി തെച്ചിട്ട് നിന്റെ നഫ്സുട്ടെ നീ പലക പറി. നഫ്സുട്ടെ പലക വരച്ചൊന്നുണ്ടായി നിന്റെ നഫ്സിനെ നീ നോക്കൂ. അപ്പൊ നിന്റെ നാവിലൂടെ ശുക്ർ പണ്ട് നിന്റെ ശരീരത്തെ മേൽ ഇത്ര സൗന്ദര്യമുള്ള തോല് മാത്രം എനിക്ക് കാണ്ട് ഈ ശരീരത്തെ ഉൾക എത്ര പണിങ്ങ നടന്നോണ്ടുണ്ടോ അതിനെ നിയന്ത്രിച്ചോണ്ടില്ലവണു. ഇതൊക്കെ തന്നെയാണു അള്ളാഹു എത്തിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തനെ അവനായിട്ട് ഒന്നാമതായിട്ട് നിന്റെ നഫ്സിട്ട് നീ പലക വരി. നിന്റെ നഫ്സിനെ നോക്കൂ. നിന്റെ ഹാർട്ട് അടിച്ചോണ്ടുണ്ടോ, നിന്റെ കിഡ്നി പണിയെടുത്തുണ്ടോ, നിന്റെ ലിവർ പണിയെടുത്തോണ്ടുണ്ടോ, നിന്റെ ആമാശയ വയറ് പണിയെടുത്തോണ്ടുണ്ടോ, ശരീരത്തെ എല്ലാ അവയവ നീന് വരിഞ്ഞെങ്കിൽ പോലും 24 ഗಂಟೆ നിന്റെ ശരീരം പണിയെടുത്തോണ്ടുണ്ടോ. ആരിതിന് നീ യന്ത്രിച്ചോണ്ടുള്ളവണു, ആരിത് നിക്ക് തന്നവണു. അപ്പൊ നിന്റെ നാവൽ പണ്ട് ശുക്റുൽ ലിസാൻ. ഇനി അപ്പറയോ അവിടെ ഇവിടെ ഒന്നും നോക്കണ്ട. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. സ്വന്തം നിങ്ങളെ നഫ്സിനെ നിങ്ങൾ നോക്കോറും. ഒരുത്തനെ
തെച്ചിട്ട് ഒരു 10 നിമിഷം തെച്ചിട്ട് നിങ്ങളെ ശരീരത്തെ നിങ്ങളെ നഫ്സിനെ ഒന്ന് നോക്കൂ. എങ്ങനെ സൃഷ്ടിയാക്കിറാ എന്തെല്ലാം ആയുണ്ട് ഈ ശരീരം കൊണ്ട്. അപ്പൊ നിന്റെ നാവില് ശുക്ർ പണ്ട്. രണ്ടാമത്തേത് നിന്റെ കുടുംബത്തെ വിളിച്ചിട്ട് പിന്നെ പലക്കവരി അള്ളാഹുടെ നിയമത്തിന്റെ വിഷയത്തില് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടെങ്കിൽ അബ്ബ മക്ക ഉമ്മ കാക്ക എല്ലാം ഒട്ടിಗೆ വെച്ചിട്ട് ആ പ്രോബ്ലം സോൾവ് ആക്കുക നിങ്ങൾ ഒട്ടിಗೆ കൂട്ടുറോറും. അതേപോലെ അള്ളാഹു തന്നെ നിയമത്തിനെ പലക്കവരെയും നിങ്ങൾ ഒട്ടിಗೆ തെച്ചിട്ട് അബ്ബ മക്ക ഉമ്മ തെച്ചിട്ട് ഒട്ടിಗೆ പലക്കവരുണ്ട്. എന്തൊക്കെ നിന്റെ റബ്ബ് ഞങ്ങൾക്ക് തന്നറ ചൊന്തു. എത്ര ആൾ പലക്കവരും അത് എത്ര ആൾ ആ വിഷയം ചർച്ച ആയിക്കൊണ്ടുള്ളവരും. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അബ്ബ മോനായിട്ടിക്കര് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോനായിട്ടിക്കര് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാളും രാജാക്കന്മാർ. അള്ളാഹു ചമ്മ മോജിസാത്തുകൾ അങ്ങക്ക് കൊടുത്ത ഈ മോജിസാത്തുകൾ കിട്ടിയേ ഇത്രയൊക്കെ നിഅമത്തുകൾ കിട്ടിയേ ആ രണ്ട് നബിമാർ അഹങ്കരിച്ചില്ല. ബദലായിട്ട് രണ്ടാളും നിന്നിട്ട് ഒരു പലക ചൊന്നോരു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശേഷിച്ചുള്ള വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനാ അലാ കതീരി മിൻ ഇബാദിൽ മുഅ്മിനൂൻ. എല്ലാ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നിന്ന് അടിമമാരിൽ നിന്ന് നമുക്ക് ശ്രേഷ്ഠത തന്നെ അല്ലാഹു എനിക്ക് സർവസ്തുതി. അൽഹംദുലില്ലാഹില്ലദീ പ്രതി ഓർത്തർ ചൊല്ലണം എന്റെ റബ്ബ് നക്ക് തന്നെ നിഅമത്തുക അൽഹംദുലില്ലാ അല്ലാഹു എനിക്ക് സർവസ്തുതി. ഒന്ന് ഹോസ്പിറ്റലിൽ കടന്നുപോയി കാണുകിട്ട് ഞങ്ങൾക്ക് അല്ലാഹു തന്നെ നിഅമത്ത് എത്ര ചൊന്തു ഞങ്ങൾക്ക് അനുഗ്രഹം തന്നെ എത്ര ചൊന്തു മനസ്സിലാക്കുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് സ്വന്തം നഫ്സിനൊന്ന് നോക്കുമ്പോ ഞങ്ങളെ നാവിലൂടെ അല്ലാഹു ശുക്ർ പണ്ട് തീർച്ചയായിട്ടും ആ നബിമാർ ചൊന്ന പോലെ അൽഹംദുലില്ലാഹില്ലദീ അല്ലാഹു കൈറ്റിക്ക് സർവസ്തുതി. ഇതൊക്കെ തന്നെ റബ്ബ് കൈറ്റി സർവസ്തുതി. അങ്ങ് രാജാക്കന്മാരായിട്ടിന്നോറു നബിമാരായിട്ട് പ്രവാചകന്മാരായിട്ടിന്നോറു എന്നിട്ട് അങ്ങനെ നാവിൽ വന്നത്. മൂന്നാമത്തേത് ശുക്രാക്കരെ ഒരു വിഷയത്തിക്ക് ശരീരത്തെ എല്ലാ അവയവ കൊണ്ട് അള്ളാഹുക്ക് ശുക്ർ എടുക്കണം. ഇതൊക്കെ ഈ അവയവ ഇപ്പൊ ഈ കൈ അള്ളാഹു ഏതൊരു ഉദ്ദേശം തന്നതാ ആ ഉദ്ദേശത്തിന് അള്ളാഹുക്ക് വേനായിട്ട് ഉപയോഗപ്പെടുത്തരുത്. ഈ കണ്ണ് എന്ന് അള്ളാഹു തന്ന ಅದಕ್ಕೆ ಬೇನಾയിട്ട് ಅದು ಉಪಯೋಗಪಡ್ತಾರೆ. ಈ ಕಾದುಗಳೇ ಅಲ್ಲಾಹು എന്നിട്ട് തന്ന ಅದಕ್ಕೆ ಬೇನಾയിട്ട് ಆ ಕಾದು ಉಪಯೋಗಪಡ್ತಾರೆ. അങ്ങനെ ശരീരത്തെ അവയവ കൊണ്ട് അള്ളാഹുക്ക് ശുക്രാക്കും. ഇങ്ങനെ മൂന്ന് രൂപത്തിൽ അള്ളാഹു ശുക്രാക്കും. കൽബ് കൊണ്ട് നാവ് കൊണ്ട് ബാഹ്യമായിട്ട് കാണേണ്ട എല്ലാ അവയവ കൊണ്ടും അള്ളാഹുക്ക് ശുക്രാക്കും. ആ രൂപത്തിലായിട്ടിക്കണോ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണം. മരിക്കുന്നവർത്തോളം ആ റബ്ബുക്ക് ഞങ്ങൾ ശുക്രാക്കും. കാരണം അവൻ അത്ര ഞങ്ങൾ പിരിസാക്കിற അള്ളാഹു എത്തിക്കറ. ഒരു യുദ്ധത്തില് ഒരു ഉമ്മകു കിടാവിടെ നഷ്ടപ്പെട്ടു പോകുമ്പോ ആ ഉമ്മകു കിടാവ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ആ കിടാവ് ഉമ്മ കിട്ടുമ്പോ തിരിച്ചു കിട്ടിയ സന്ദർഭത്തിൽ ആ ഉമ്മ ആ കിടാവിടെ അടുക്കി പിടിക്കര് ധാരാളമായിട്ട് മുത്തുറ ആ കിടാവിടെ മുഖത്തേക്ക് തന്റെ മോന്റെ മുഖത്തേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിട്ട് കേട്ട് ആ ഉമ്മ ആ കിടാവിടെ തീക്ക് ബലിച്ചിരുന്ന ചൊന്ത് നിങ്ങൾ വിചാരിக்கிறാ ഇല്ല റസൂലേ എന്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര കാണ്ടി ಯಾರಾ ഞങ്ങളെ റബ്ബ് ഞങ്ങളെ പിർസാക്കിറ ചൊന്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റബ്ബുക്ക് ശുക്റാക്കണം അനുഗ്രഹിക്കണം. എനിക്കൊന്നു ജാവത്തെ നേരത്തില് തഹജ്ജുദ് സമയത്തിൽ എഞ്ചിട്ട് അല്ലാഹുക്ക് സുജൂദ് പോലണം അല്ലാഹുട്ടെ പ്രാർത്ഥിക്കണം. എത്ര കാര്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുകൊണ്ട് ഞങ്ങളെ റബ്ബിട്ടിക്ക് ആ കേൾക്കുന്നതായിട്ട് അല്ലാഹുക്ക് ഏറെ ഇഷ്ടമല്ലേ. അല്ലാഹു ചൊല്ലേ ദുആനി ആരുള്ളവർ നട്ട് കേൾക്കറോ ഫസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കുറേ. ഞങ്ങൾ എനിക്കിര മാ ടൈമു ഫജ്ർ ബാങ്കറെ മുന്നോലു ഒരു അര ഗಂಟೆ ഒരു മുക്കാൽ ഗಂಟೆ ഒരു ഗಂಟೆ മുന്നോൽ എഞ്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ പാരായണം ആക്കിയിട്ട് പള്ളി വന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫർള് നിസ്കരിച്ചിട്ടാകുമ്പോ എത്ര നല്ല അടിമമാരെ സഹോദരന്മാരെ നേരെ തിരിച്ചിട്ട് കിടന്നു പറഞ്ഞിട്ടെങ്കിൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് നന്ദി കെട്ട അടിമമാർ അല്ലാഹു വിശുദ്ധ ഖുർആൻ പഠിപ്പത്തന്നെ. അതുകൊണ്ട് അല്ലാഹു തന്നെ ഈ നിഅമത്തുകല്ല മരിക്കുന്ന ഓർത്തോളും അല്ലാഹു ശുക്റാക്കരെ യഥാർത്ഥ അടിമമാരെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ 2-3 വിഷയം ചൊല്ലുകൊണ്ട് ഒന്നാമത്തേത് ഇൻഷാ അല്ലാഹ് 2 താരീഖ് ഞായറാഴ്ച ദാറുൽ ഖൈറിൽ ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്കിൽ ഇബ്രാഹിം കല്ലിൽ മുട്ടല്ലേ ഞങ്ങളെ ഓഫീസിൽ SKSM സൗത്ത് കർണാടക സലഫി മൂവ്മെന്റിലെ ഓഫീസിൽ ഒരു ബ്ലഡ് ക്യാമ്പ് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും പുറത്തു പോയിട്ട് നിങ്ങളെ പേര് കൊടുത്തിട്ട് പോകണം. ഇൻഷാ അല്ലാഹ് ഈ ബ്ലഡ് ക്യാമ്പ് നിങ്ങൾ പാൽകൊള്ളണം. കാരണം ഇതൊരു കാരുണ്യത്തെ പ്രവർത്തനമായിട്ടേക്ക് അള്ളാന്റെ ദീന് ആ വിഷയം ഞങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പാടുത്തുണ്ട്. കാരണം ഇന്ന് ഞങ്ങൾ ഈ ദക്ഷിണ കന്നത്തില് ചോരയുടെ അഭാവം യാറോ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുണ്ട്. ഇന്നത്തെ സീക്ക് നോക്കുമ്പോ അതിക്ക് ചോരയുടെ അഗത്യമുണ്ട്. ഒരു ഡോക്ടർ സഡൻ ആയിട്ട് ഇത്ര ബോട്ടിൽ ചോര പേൻ ചൊല്ലുമ്പോ അങ്ങ് അനുഭവിക്കുന്ന പ്രയാസം എത്ര മൈത്തിക്കര് പ്രതിസന്ധി എത്ര മൈത്തിക്കര്. അതുകൊണ്ട് ആ രൂപത്തില് ഒരാളുക ഒരു മനുഷ്യకు జీవదానం ఆకింటాయింగి ఇటు మనిషి కులత్తుకు
ജീവിതാനാക്കി സമ്മമായിട്ട് ചൊന്ത് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാത്തുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ കൊടുത്ത ഒരു ബാട്ടിൽ ചോര നാളെ ഏതാ ഒരു സഹോദരക്ക് സീരിയസ് കൊണ്ട് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേ ആ സഹോദരക്ക് തീർച്ചയായിട്ടും അത് ഉപകരിക്കരുത്. അത്ര പ്രതിഫലം തീർച്ചയായിട്ടും ഭൂമിയിലുള്ള ഉണ്ടെ കരുണ കാട്ടോರು ആകാശത്തുള്ള നിങ്ങളുടെ കരുണ കാട്ടോರು ಅಂತ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നത്തെ കാലാവസ്ഥ ചൊന്തു ഞങ്ങൾ ചൊന്തു നിങ്ങൾക്കെല്ലാവരും കൊണ്ടുണ്ട് എത്ര എന്തെങ്കിലും മാരകമായി സീക്ക് കേൾക്കാത്ത രൂപത്തിൽ പുതിയ പുതിയ സീക്കുങ്ങ ഇന്ന് കടന്നു വന്നുണ്ട്. എല്ലാത്തും ചോരയുടെ ബ്ലഡിന്റെ അകത്യമുണ്ട്. അതുകൊണ്ട് അള്ളാഹു തന്നെ വലിയൊരു തൗഫീഖ് ആയിട്ടേക്കര് ഈ ഒരു അവസര. അതുകൊണ്ട് ഈ ഒരു ബ്ലഡ് ക്യാമ്പ് സുബൈക്ക് 9 ಗಂಟೆ ഉച്ച 2 ಗಂಟೆಗಳು ദാറുൽ ഖൈർ ഓഫീസിൽ നടക്കുക. ഈ മുട്ട എത്തിക്കര് ഈ പ്രദേശത്തിലെത്തിക്കര് എല്ലാവരും ഓരോരോ ബോട്ടിൽ ചോരടി നിങ്ങൾ എല്ലാവരും ദാനാക്കണു ഇന്നത്തെ സഹായക്കും ചൊന്തു ഈ സന്ദർഭത്തിൽ നിങ്ങൾ ചൊന്നിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ വിഷയ സഹോദരന്മാരെ പള്ളിയുടെ കൺസ്ട്രക്ഷൻസ് വരെ ഇന്നും നടന്നുകൊണ്ടു നിങ്ങൊന്നും നാലുങ്ങായിട്ട് സമയമായിട്ടിക്കര് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും സ്പോൺസർമാർ അല്ലെണ്ടെങ്കിൽ നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ഷന് വേണ്ടി സഹായിക്കലുണ്ടെങ്കിൽ ഉടനെ കമ്മിറ്റി ഭാരവാഹിമാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടറു. കാരണം അള്ളാഹുക്ക് ഭൂമിയിൽ ഏറെ ഇഷ്ടമുള്ള പക്ക അവന്റെ ഭവന എത്തിക്കര് ബൈത്തുള്ള അള്ളാന്റെ പള്ളി എത്തിക്കര്. അതുകൊണ്ട് ഈ പള്ളിക്ക് സഹായിച്ചെങ്കിൽ തീർച്ചയായിട്ടും മരിച്ചാൽ പിന്നും ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു വിഷയത്തിക്കര് മദ്രസത്തെ കട്ടട നടന്നുകൊണ്ടുണ്ടു. അതുകൊണ്ട് എല്ലാവരും മദ്രസത്തെ വർഷവൂടെ മക്ക യാറായിട്ടുണ്ടോ പക്കത്തെ അഭാവം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ കൺസ്ട്രക്ഷന് നല്ല രൂപ സഹായിക്കും. തീർച്ചയായിട്ടും ദുനിയാവും ആഖിറത്തിൽ അതിനെ കാണുകിട്ട്. അതേപോലെ പ്രതി വെള്ളിയാഴ്ച നടക്കേ ಇನ್ನೊರು ಕಲೆಕ್ಷನ್ ಉಂಟು ಈ ಪಲ್ಲಿಗೆ ಬೆನಾಯ್ತು ಮದ್ರಸತೆ ಬೆನಾಯ್ತು ಎಲ್ಲರೂ ಈ ಜಂಡ್ ಕಲೆಕ್ಷನ್ ಎಲ್ಲ ಸಹಾಯಿಕೋನು ಸಹಕರಿಕೋನು ಅಲ್ಲಾಹು അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അതിക്ക് തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അതേപോലെ 2-3 സഹോദരന്മാർ ദ്വാരക്കു ആവശ്യപ്പെട്ട് ഒരു ബാലക്കാര 19 വർഷമുള്ള ബാലക്കാര പ്രയാസം കൊണ്ടു നല്ല ക്രിട്ടിക്കൽ കണ്ടീഷനിലുണ്ടു. അതേപോലെ ഒരു സഹോദരി സീരിയസ് ആയിട്ടുണ്ടു. അതേപോലെ പിന്നൊരു സഹോദര മാരകമായ സീക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. ഷാഫിയായ റബ്ബു അവന്റെ കുദ്രത്ത് കൊണ്ടു ആ സഹോദരന്മാർക്കും സഹോദരിക്കും ആ ബാലക്കർക്കും പരിപൂർണമായ ആരോഗ്യത്തെ ആഫിയത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി ജീവനൊക്കെ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. ആ സഹോദരിക്കും സഹോദരന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ കഴിഞ്ഞ വാരം ഞങ്ങൾ ഒരു സഹോദരങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതിന്റെ കബർ അള്ളാഹു പ്രകാശത്തിലാക്കി കൊടുക്കട്ടെ. അതിന്റെ ജീവിതത്തിൽ എന്ത് യാറെ കൂടി പറഞ്ഞ ഗഫാറായ ഗഫൂറുൽ വദൂദായ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി എത്രമാ സഹോദരന്മാരിലോറും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാവർക്കും മഗ്ഫിറത്ത് മർഹമത്ത് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഹോസ്പിറ്റലുമായിട്ട് ഔത്തുലുമായിട്ട് ക്യാൻസർ പോലത്തെ കിഡ്നി പോലത്തെ മാരകമായ സീക്ക് കൊണ്ട് പ്രയാസം അനുഭവപ്പെട്ടെ എല്ലാ സഹോദരന്മാർക്ക് അള്ളാഹു അന്ത ഷാഫി അള്ളാഹു നീനായിട്ട് ശിഫത്ത് ഉണ്ടാവണു. നിന്റെ ശിഫ എത്തിക്കുന്ന ഞങ്ങൾക്ക് വേണേ അള്ളാഹുവെ എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യത്തെ അള്ളാഹു നീ കൊടുത്ത് അനുഗ്രഹിക്കണേ. അള്ളാഹുവെ അറിഞ്ഞിട്ടും അറിയാണ്ട് ഈ നേരത്തോളം കടന്നു വന്നെ എല്ലാ ചെറിയ വലിയ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അള്ളാഹുവെ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും നീ പുറത്തു അനുഗ്രഹിക്കണം. അള്ളാഹുവെ ഭയാനകമായ നൊമ്പല മാത്രം അനുഭവിക്കേ ആ നരകത്തിൽ നിന്ന് അള്ളാഹുവെ നീ ഞങ്ങളെല്ലാവരും കാത്തു സലാമത്താക്കണം. അള്ളാഹുവെ മരിക്കുമ്പോൾ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കൂ. അള്ളാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. പഠിച്ചറബ്ബാൻ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആൾമാർ ശിർക്കൻ വിശ്വാസത്തിൽ ബിദ്അത്തൻ വിശ്വാസത്തിലുള്ളവർ അള്ളാഹുവെ എല്ലാവർക്കും ഹിദായത്തെ ആ വെളിച്ചനെ നീ പ്രധാനമാക്കി കൊടുക്കണം. അള്ളാഹുവെ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കി തന്നിട്ട് അനുഗ്രഹിക്കണം. അള്ളാഹുവെ മരിക്കുന്നവർത്തോളം നേരായ മാർഗത്തിൽ ജീവനാക്കും. അള്ളാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കണം. അള്ളാഹുവെ ഞങ്ങളുടെ സമുദായത്തിൽ പൈക്ക് എത്രമാ സഹോദരന്മാർ അന്യായമായിട്ട് എന്തും ബന്ധനത്തിലുള്ളവർ അള്ളാഹുവെ അങ്ങ് പരിപൂർണമായ ന്യായത്തെ കൊടുത്തു ആ ബന്ധനത്തിന് മുക്തായിട്ട് ഞങ്ങളുടെ കുടുംബത്തൊട്ടിಗೆ വന്ന് ಸೇರಗು. അള്ളാഹു നീ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണം. അള്ളാഹുവെ മുസ്ലിം ഉമ്മത്തിക്ക് ഇസ്സത്ത് തന്നിട്ട് അനുഗ്രഹിക്കണേ. അള്ളാഹുവെ നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ എല്ലാവരും നീ ഒരുമിച്ച് കൂട്ടണേ. അള്ളാഹുവെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين
وجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.